സൗഭാഗ്യ ഫാമിലി അസോസിയേഷൻ്റെ നമസ്കാരം. കേൾക്കാം. ഞാനിപ്പോൾ നമ്മുടെ പ്രസിഡന്റിന്റെ വീട്ടിലാണുള്ളത്. പ്രസിഡന്റിന്റെ വീട്ടിലാണുള്ളത്. കട്ടിയില്ല, അവിടെ കട്ടി. അനുജ 2023-24 സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ നിന്നും സൗഭാഗ്യയുടെ കുടുംബത്തിൽ നിന്നും വേർപിരിഞ്ഞ ഞാനിപ്പോൾ ഉള്ളത് ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ വേർപിരിഞ്ഞ മഹത് വ്യക്തികൾക്ക് അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് സെക്രട്ടറി 2023-24 സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ നിന്നും നൃത്തം ചോദിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് രണ്ടുപേരും പാട്ട് എന്നുള്ള രീതിക്ക് അയ്യോ നിങ്ങളുടെ സാന്നിധ്യം ഉറപ്പാക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇനി തുടർന്നുള്ള വർഷങ്ങളിലും നിങ്ങളുടെ തുടർന്ന് സാഹിത്യരചനയിൽ അന്തർദേശീയ പുരസ്കാരങ്ങൾ നേടിക്കൊണ്ടിരിക്കുന്ന ശ്രീ PF മാത്യൂസിനെ തുടർന്ന് സാഹിത്യരചനയിൽ അന്തർദേശീയ പുരസ്കാരങ്ങൾ നേടിക്കൊണ്ടിരിക്കുന്ന ശ്രീ കേൾക്കാം. ഞാനിപ്പോൾ നമ്മുടെ അസോസിയേഷൻ സൗഭാഗ്യ ഫാമിലി അസോസിയേഷൻ്റെ പ്രസിഡന്റ് ശ്രീ രാമേന്ദ്രൻ സാറിൻ്റെ വീട്ടിലാണുള്ളത്. PF മാത്യൂസിനെ ആദരിക്കാൻ തുടർന്ന് സാഹിത്യരചനയിൽ അന്തർദേശീയ പുരസ്കാരങ്ങൾ താങ്ക് യു അനുജ. വർഷങ്ങൾക്ക് മുമ്പ് ശ്രീ PF മാത്യൂസിനെ ആദരിച്ചത് ഓർമ്മിപ്പിച്ചു. വർഷങ്ങൾക്ക് മുമ്പ് ശ്രീ നമസ്കാരം സർ. എന്താ നമ്മുടെ അസോസിയേഷന്റെ 25ാം വാർഷികത്തോടനുബന്ധിച്ച് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിവിധ കാര്യപരിപാടികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടും അനൂപ്, ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ബിനിത്തിൻ്റെയും അനുജയുടെയും വീട്ടിലാണ്. ഓക്കെ, ഈ എന്താ ഇവരുടെ കുടുംബത്തിലെ മൊത്തം എല്ലാവരും കേരളപ്പിറവി ദിനത്തെ സമാദരിക്കുന്നതിനായി കേൾക്കാം. ഞാനിപ്പോൾ നമ്മുടെ അസോസിയേഷൻ സൗഭാഗ്യ ഫാമിലി അസോസിയേഷൻ്റെ പ്രസിഡന്റ് ശ്രീ മടങ്ങിയെത്താം വാർത്തകളിലേക്ക്. മടങ്ങിയെത്താം വാർത്തകളിലേക്ക്. കേരള ചലച്ചിത്ര ഗാനവാദ്യ ഘോഷ അകമ്പടികളോടും സൗഭാഗ്യയിൽ വർഷം തോറും നടത്തിവരുന്ന ക്രിസ്മസ് കരോളിനെ പുനഃസൃഷ്ടിച്ചുകൊണ്ട് കേൾക്കാം.
ജിജീഷ് ഇപ്പോൾ എവിടെയാണ്? ഞാനിപ്പോൾ നമ്മുടെ പ്രസിഡൻറ്റിൻ്റെ വീട്ടിലാണുള്ളത്. സൗഭാഗ്യ ഫാമിലി അസോസിയേഷൻ്റെ പ്രസിഡൻറ്റിൻ്റെ വീട്ടിലാണുള്ളത്. സൗഭാഗ്യയിലെ പറ്റാവുന്ന അത്രയും കുടുംബാംഗങ്ങളുടെ അടുത്ത് ഇപ്പോൾ തന്നെ പോകും. ഓക്കെ. അപ്പം എന്താ പറയണ്ട? നമ്മുടെ അസോസിയേഷനിലെ പ്രമുഖനാണ് ഈ പ്രാവശ്യത്തെ പരിപാടികളുടെ മുഖ്യ സൂത്രധാരൻ. എങ്ങനെയാണ് അതിലേക്ക് ഈ പ്രാവശ്യത്തെ പരിപാടികളുടെ ഈ വർഷത്തെ വാർഷികാഘോഷ പരിപാടികൾ. ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം അടുത്ത മറ്റൊരു കുടുംബാംഗത്തിലേക്ക്. ഞങ്ങൾ എന്നും വൈകുന്നേരങ്ങളിൽ നടക്കാറുണ്ട്. ഞാൻ നമ്മുടെ അസോസിയേഷൻ്റെ ആനുവൽ ഡേ ആയിരുന്നു. നമ്മുടെ റിപ്പോർട്ടർ അരുണ ഇപ്പോൾ അടുത്ത സൗഭാഗ്യ കുടുംബത്തിന്റെ അടുത്ത് വാർത്തകൾ തുടരുന്നു. അഭിപ്രായം പറയുന്നതിന് വളരെയധികം നന്ദിയുണ്ട് സാറേ. ഇതിനെല്ലാം ആവശ്യമായ ഒരു സപ്പോർട്ട് അത് കമ്മിറ്റിയിൽ നിന്നും കുടുംബാംഗങ്ങളിൽ നിന്നുമൊക്കെ നന്ദി. ക്യാമറമാൻ ജിജി നന്ദി ചേട്ടാ. ക്യാമറമാൻ രഗേഷിനോടൊപ്പം അരുണ. സാംസ്കാരികമായും കലാപരമായും അന്യം നിന്നും സൗഭാഗ്യയ്ക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലപ്പെട്ട അഭിപ്രായങ്ങളും ഈ ന്യൂസ് ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. ഇനി അടുത്ത തവണ കാണുന്നതുവരെ ഗുഡ് ബൈ. സാകളെ കേരള ഫയർഫോഴ്സിനും ഇവിടുത്തെ നാട്ടുകാർക്കും മണവാളാൻ സൽസിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു.